എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സലിമേട്ടൻ സലിംകുമാർ മരിച്ചിട്ട് എൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഈ ചടങ്ങെല്ലാം കുറേയധികം വീഡിയോകളിലൂടെയൊക്കെ കാണാൻ പറ്റി. പക്ഷെ അത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമം എന്ന് പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ആ കുടുംബത്തിന് യാതൊരു പ്രൈവസിയും കൊടുക്കാത്ത ഒരു കൂട്ടം മലയാളികൾ, അങ്ങനെയുള്ള ആൾക്കാരാണ് പല വീഡിയോകളിലും കണ്ടത്. അതിനകത്ത് മുഖ്യമന്ത്രി വന്നപ്പോഴേക്കും ഒരുത്തൻ പൊന്നാടി അണിയിക്കുന്നു. എടോ, ഇത് മരണവീടാടോ, ഒരു സാമാന്യ മര്യാദ കീപ്പ് ചെയ്യണ്ടേ? കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ ലാലേട്ടൻ്റെ അപ്പ മരിച്ചിട്ട് ഞാൻ മുടവൻമോള് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് റീത്ത് വയ്ക്കാൻ പോയതാണ്. അവിടെയും മാധ്യമങ്ങളുണ്ടായിരുന്നു. പക്ഷേ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഈ തിക്ക് തിരക്ക് ഉണ്ടാക്കിയ ആൾക്കാർ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുക, റീൽസ് വിടുക, മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുക, റീൽസ് വിടുക, അത് ആദ്യം ആര് വിടുന്നു അതിനനുസരിച്ചാണ് റീച്ച് എന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വളരെ മോശം പരിപാടിയാണ് കാണിക്കുന്നത്. ആ മരണപ്പെട്ട ആളുടെ വീട്ടുകാർക്ക് പോലും ഒരു പ്രൈവസി കൊടുക്കാതെ, അവർക്ക് ആ ചടങ്ങ് പോലും മര്യാദയ്ക്കൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ പ്രവർത്തിക്കുന്ന, പെരുമാറുന്ന ഒരു കൂട്ടം ആൾക്കാർ. മുഖ്യമന്ത്രിക്ക് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരനെ പോലെ തന്നെ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ. ലജ്ജ തോന്നുന്നില്ലേ? ശരിക്കും ആ വീഡിയോസ് കണ്ടപ്പോഴേക്കും പുച്ഛമാണ് തോന്നിയ ആൾക്കാരോട്, പുച്ഛം മാത്രം. അവിടെ നിൽക്കുന്ന മനുഷ്യർ, സലിമേട്ടൻ്റെ മക്കൾ 2 പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ അത്രയും വിഷമം എന്തായാലും നിനക്കൊന്നും ഉണ്ടാവത്തില്ല. പല ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ. എടോ, അദ്ദേഹത്തെ ജീവനെ പോലെ കാണുന്ന, അദ്ദേഹത്തെ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ അത്രയും വിഷമം നിനക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവൂ? തോന്നിവാസം കാണിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കരുത്. സലിമേട്ടൻ്റെ മകൻ ചന്തു എന്നല്ല ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അവൻ്റെ ടെമ്പർ തെറ്റിയിട്ടാണ്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഇമാതിരി തോന്നിവാസം കാണിക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ തിരക്കുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വന്നു കാണും. പലർക്കും ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല, അതൊക്കെ സംഭവിക്കും. പക്ഷെ അവിടെ ഈ തിരക്ക് കാണിച്ചിട്ട് എന്ത് മാങ്ങ പറിക്കാൻ വേണ്ടിയാണ്? നമുക്കതിൽ കുറച്ച് വീഡിയോസ് കാണാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്, ഒരു മരണത്തിന് പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വരികയാണ്. ആ മുഖ്യമന്ത്രിക്ക് പൊന്നാട അണിയിക്കാൻ ചെക്കിട്ടടിച്ച് വിളിക്കാൻ അല്ലാഞ്ഞിട്ടാ. സീരിയസ്ലി, അവൻ എന്ത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എന്തായാലും കോൺഗ്രസ്സുകാരനായിരിക്കുമല്ലോ. പാർട്ടിയല്ല എടുത്ത വിഷയം, പക്ഷെ പെരുമാറാൻ അറിയില്ല. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ? എടോ, പുള്ളി ഒരു മുഖ്യമന്ത്രിയാണ്. അതിലുപരി സലിമേട്ടൻ ഏറ്റവും അടുത്തൊരു ചങ്ങാതിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഏറ്റവും അടുത്തൊരു ചങ്ങാതിയാണ്. സലിമേട്ടൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇത്രയും വർഷം കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന എന്ത് ബഹുമാനമാണോ താനീ കാണിച്ചത്? മുഖ്യമന്ത്രി വന്നപ്പോൾ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നത് ഇതെന്താ വല്ല ആഘോഷ ചടങ്ങുകളാണോ? ഒരു മരണത്തിന് വന്നതല്ലേ, അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ കാണിക്കായിരുന്നു. ചെയ്തില്ല. കഴിഞ്ഞിട്ടില്ല. ചന്തും കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ട് വെക്കുന്നൊരു രംഗമുണ്ട്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറാമാൻമാർ നിൽക്കുന്നുണ്ട്, അവർ പക്ഷേ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ബാക്കിൽ നിന്ന് മൊബൈൽ പിടിക്കുന്നവന്മാരാണ് തിക്കുന്നത്, അവർക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടി. മനസ്സിലായോ? ഞാൻ മീഡിയക്കാരെ ഒന്നിറങ്ങും പറയുന്നില്ല. ഒരുപാട് മാന്യമായിട്ട് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഈ ഒരു പേക്കൂത്ത്, ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ തന്നെയാണ് ഈ മൊബൈൽ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. വളരെ മോശമാണ് കാണിക്കുന്നത്, വളരെ മോശം. ഇപ്പോൾ നമ്മളും ഈ ഒരു കാര്യം സംസാരിക്കുന്നത് മൊബൈൽ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ചടങ്ങിന് പോകുമ്പോൾ, ഒരു മരണാനന്തര ചടങ്ങിന് പോകുമ്പോൾ അവിടെ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ് ഉണ്ട്. അത് കീപ്പ് ചെയ്യാണ്ട് അവിടെ എന്ത് തോന്നിയവാസവും കാണിക്കാൻ, ആ വീട്ടുകാർക്ക് പോലും യാതൊരു പ്രൈവസിയും കൊടുക്കാണ്ട് ഇതുപോലെ കുറേ പേരുണ്ട്. കല്യാണത്തിന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്യാണത്തിന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം ഇവന്മാരുടെ ബാക്ക് കണ്ട് വേണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കാനായിട്ട്. താലികെട്ട് ചടങ്ങാണ്. ഈ താലികെട്ട് ചടങ്ങിന് ഇവന്മാരുടെ ബാക്ക് വേണം കാണാൻ. ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു 6-7 ക്യാമറാമാൻമാരുണ്ടാവും. അത് വീട്ടുകാർ നിർത്തുന്നതാണ്, കാശ് കൊടുത്തിട്ട് നിൽക്കുന്നതാണ്. സംഭവമൊക്കെ ശരിയാണ്, അവർക്ക് ക്യാപ്ചർ ചെയ്യണം, അവർക്ക് താലികെട്ടും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണം. ഒരു വിഷ്വൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ചീത്ത പറയും, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ കല്യാണം കാണാൻ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ മറന്നിട്ട് വേണം അത് ചെയ്യാൻ. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഈ ക്യാമറാമാൻമാരാണ് പറയുന്നത് ഏത് സമയം താലി കെട്ടണം, എങ്ങനെ കെട്ടണം എന്നൊക്കെ പറയുന്നത് ഇവരാണ് തീരുമാനിക്കുന്നത്. അതും ഞാൻ പറയുന്നത് എല്ലാ കല്യാണങ്ങളുടെ കാര്യമല്ല, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെയുണ്ട്. അവിടെ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നു, അവർക്കൊന്നും കാണാൻ പറ്റാത്ത ലെവലിൽ ചുറ്റും കൂടി നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അത്രയും ആൾക്കാരുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം ഉണ്ടാക്കുക. അവിടെ കല്യാണം കാണാൻ വരുന്ന ആൾക്കാരല്ലേ. ശരി, നമുക്ക് മാറ്ററിൽ നിന്ന് പോകണ്ട, തിരിച്ചു വരാം. ഇവിടെ മുഖ്യമന്ത്രി ഇടപെടേണ്ടി വന്നു ആൾക്കാരെ നീക്കാൻ വേണ്ടി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒട്ടും കൺട്രോൾഡ് അല്ല എന്ന് മനസ്സിലായപ്പം അദ്ദേഹം ഷൗട്ട് ചെയ്യേണ്ടി വന്നു. കണ്ടു നോക്കാം. വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും.
ശരിക്കും ഇന്നലെ അവിടെ ഒരു മുഖ്യമന്ത്രി അല്ല കാണാൻ പറ്റിയത്, ഒരു സാധാരണക്കാരൻ, ആ നാട്ടിലുള്ള ഒരു സാധാരണ ജനപ്രതിനിധിയാണ് ഇന്നലെ അവിടെ കാണാൻ പറ്റിയത്. അദ്ദേഹം വളരെ മാന്യമായിട്ട് ആൾക്കാരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, അവർ ആ ചടങ്ങ് ചെയ്യട്ടെ. എടോ, ആ ചടങ്ങല്ലേ അവിടെ നടക്കേണ്ടത്. നിങ്ങൾ കാണുന്നത് ഓക്കെ, പക്ഷെ ആ ചടങ്ങ് അവിടെ നടക്കണ്ടേ, അതിന് സമ്മതിക്കണ്ടേ? അത് സമ്മതിക്കുന്നില്ല. അവിടെ ഇടിച്ച് ബഹളം ഉണ്ടാക്കി സദ്യ കൊടുക്കുകയാണോ അവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ? ഒന്നും അല്ലല്ലോ. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിപ്പോയി ആ ഒരു വിഷ്വൽ കാണുമ്പോൾ. ഇനി മുഖ്യമന്ത്രിയുടെ അടുത്തൊരു മുഖം നമുക്ക് കാണാം. എത്രയെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് പറയാം. ഈ വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എന്തിനാ അത്രയും ഷൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്യണം? പൂമാലിട്ട് സ്വീകരിക്കണോ? ഉഫ്. ഇനി ചന്തുവിൻ്റെ ടെമ്പർ തെറ്റുന്ന ആ ഒരു വിഷ്വൽ അതുകൂടെ കണ്ടു നോക്കാം. കണ്ടല്ലോ, അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വച്ചേക്കുന്നത്. അവിടേക്കും ഇടിച്ചു കയറാണ്. ഒരു പോലീസുണ്ട്, അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെയാണ് പോലീസുകാർക്ക്. മുഖ്യമന്ത്രിക്ക് പോലും ദേഷ്യപ്പെടേണ്ടി വന്നു. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇമാതിരി എവിടെയും ചെയ്യരുത്. ഇപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, അവിടെ എല്ലാം കാണുന്ന കാഴ്ച തന്നെയാണ്. തിരക്ക് കൂട്ടി ബഹളം ഉണ്ടാക്കി ആ വീട്ടുകാർക്ക് യാതൊരു പ്രൈവസിയും കൊടുക്കാതെ. എന്നാൽ ഇതേപോലെ ടൗൺ ഹാളിലോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലോ എവിടെയെങ്കിലുമാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയാണെങ്കിൽ അവിടെ അവർ കൺട്രോൾ ചെയ്യും. ഇതുവഴി പോവുക, അതുവഴി വരിക, കറങ്ങി തിരിച്ചു പോവുക, പോയ ആൾ തിരിച്ച് വരണമെങ്കിൽ വീണ്ടും കറങ്ങി വരണം, അങ്ങനെ കൺട്രോൾഡ് ആയിരിക്കും. പക്ഷേ വീടുകളിൽ ചിലപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വരില്ല, മനസ്സിലായില്ലേ? ഒരു പബ്ലിക് പ്ലേസ് വെക്കുമ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ പോലീസിന് അലോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. പൊതുജനങ്ങളാണ്, നടന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, നടന്മാരെ അവസാനമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോയി കാണാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രമാത്രം ക്രൗഡ്, അവിടെ മരിച്ചയാളുടെ മകൻ ഇത്രമാത്രം ഷൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് ഒരുപാട് കണ്ട് മടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ അവൻ അങ്ങനെ ചെയ്തത്. അത്രമാത്രം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവും. ആ മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്യുന്നവന്മാരാണെങ്കിൽ ഇവൻ്റെയൊക്കെ തന്ത ചത്ത് കിടക്കുമ്പോൾ അവിടെ ഇമാതിരി തോന്നിയവാസങ്ങൾ ആരെങ്കിലും കാണിച്ച് ഇവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമോ? അവിടെ അടിയുണ്ടാവും ഉറപ്പായിട്ടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇനി ഒരുത്തന്നെ അയച്ചൊരു കമൻ്റ് ഉണ്ട്, ജനങ്ങൾ വളർത്തിയ മലയാളത്തിലെ നല്ല ഒരു ആക്ടറാണ് മരിച്ചു കിടക്കുന്നത്, അപ്പോൾ ആളുകൾ കാണാൻ വരും, മകനാണ്, അതൊക്കെ ഓക്കെ, ബട്ട് ഈ കാണിക്കുന്നത് വെറും പട്ടി ഷോ. ടെൽസൺ ആൻ്റണി കുരിശിങ്കൽ. ടെൽസണോട് ചോദിക്കാനുള്ള ചോദ്യം, ടെൽസൻ്റെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്, ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചെടുത്തോ, അവിടെ മരിച്ചു കിടക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ടെൽസൺ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഏറ്റവും അടുത്തയാളാണ്, കുടുംബത്തിലെ ആളാണ്. ടെൽസൺ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ, ടെൽസൻ്റെ ആ വ്യക്തിയെ അത്രയധികം സ്നേഹിക്കുന്ന ആ നാട്ടിലെ നാട്ടുകാർ വന്ന് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി ടെൽസനെ ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ സമ്മതിക്കില്ല. ടെൽസൻ്റെ ആ ഫീലിങ്സിനെ മനസ്സിലാക്കേണ്ട അവർ ബഹളം ഉണ്ടാക്കുന്നു. ടെൽസൺ എങ്ങനെ റിയാക്ട് ചെയ്യും? വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുമോ? അല്ല, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആയിരിക്കും നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരും അല്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അയാൾ നിങ്ങളുടെ ആരും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോകും എന്നും പറഞ്ഞ് നിൽക്കും. പക്ഷേ ഇവിടെ സലിമേട്ടൻ്റെ മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു. അങ്ങനെ നോക്കിയ ഒരു മകൻ, അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻ ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷനാണ് കണ്ടത്, മനസ്സിലായില്ലേ? അത്രമാത്രം ആൾക്കാർ അവനെ ഇറിറ്റേറ്റ് ചെയ്തു, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അതിൻ്റെ ഒരു ഫീലാണ് അവിടെ കണ്ടത്. അതിന് ഒരു തെറ്റും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന മൊബൈലും പിടിച്ചുകൊണ്ട് പോകുന്ന ടീമുകൾ മനസ്സിലാക്കുക, അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കും ഒരു ഫാമിലി ഉണ്ട്, അവരുടെ ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യുക. ആ റെസ്പെക്റ്റോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തിക്കും തിരക്കും കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് സദ്യ കൊടുക്കുകയാണോ അവിടെ? ഒന്നും അല്ല, ഒരു മരണ വീടാണ്. കല്യാണ വീട്ടിൽ പോയി നിങ്ങൾ എന്തിനു കാണിക്കുക? ഇത് മരണ വീടാണ്. മരണ വീട്ടിൽ പോയി ഇജാതി തോന്നിയവാസം കാണിക്കുന്നത് വളരെ മോശമായിട്ട് മാത്രമേ പറയാനുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.